ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളുടെ തിരക്കിലായിരിക്കില്ലേ? ക്രിസ്മസിന് ട്രീ ഒരുക്കാനും പുൽക്കൂട് ഒരുക്കാനും ക്രിസ്മസ് വിഭവങ്ങൾ ഉണ്ടാക്കാനുമുള്ള ഒരേ തിരക്കിലായിരിക്കും എന്നറിയാം. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഞാനും വെച്ചു കേട്ടോ ഒരു ചെറിയൊരു ക്രിസ്മസ് ട്രീ. ഇവിടെ മോളുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നത് കാണാം നമുക്ക്. അപ്പോൾ ഇന്നത്തെ വിഭവം ഒരു ക്രിസ്മസിന് പാകത്തിലൊരു വട്ടയപ്പാണ് കേട്ടോ. ഇത് സാധാരണ വട്ടയപ്പല്ല. അരി പൊടിക്കേണ്ട, അരയ്ക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. നമുക്ക് അരി പൊടിക്കാതെ വറക്കാതെ കാച്ചാതെ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഒരു വട്ടയപ്പം ഉണ്ടാക്കാം. എന്താക്കാം, അതും സാധാരണ വട്ടയപ്പമല്ല, റവ കൊണ്ടുള്ള ഒരു വട്ടയപ്പം. അതിനായിട്ടൊരു 250 ml കപ്പിൽ 1 കപ്പ് റവയാണ് എടുക്കുന്നത്. അതിനെ നമുക്കൊരു 10 മിനിറ്റ് വെള്ളം ഒഴിച്ച് വെക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് വെക്കണ്ട, ജസ്റ്റ് അത് മൂടി ഒരു ഇത്തിരി മുകളിലേക്ക് നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. ഇനി ഒരു 1/4 കപ്പ് അവിലാണ് എടുക്കുന്നത്. അവിലില്ല എങ്കിൽ നിങ്ങൾക്ക് ചോറ് ഉപയോഗിക്കാം. അതിനെയും ഇതുപോലെ തന്നെ വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഒരു 10 മിനിറ്റ്. ഇനി നമുക്കൊരു 3 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ട് പഞ്ചസാരയും ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടിയിട്ട് വെക്കാം. ഈസ്റ്റ് ഒന്ന് പൊന്താനായിട്ട് വെക്കാം കേട്ടോ. അപ്പൊ അതിലേക്ക് ഒരു ലുക്ക് വാം വാട്ടർ ഇടാൻ പാടുള്ളൂ. ഒരുപാട് ചൂടുള്ള വെള്ളം ഒരിക്കലും നമ്മൾ ഈസ്റ്റ് പൊന്താൻ വേണ്ടി വെക്കാൻ പാടില്ല. ഇതിനെയും 10 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ റവയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ബ്ലെൻഡറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ഇതിൽ അധികം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇനി ആ അവിലും കൂടി ഒന്ന് ചേർത്തി കൊടുക്കുന്നുണ്ട്. 1 കപ്പ് നമ്മുടെ തേങ്ങയും കൂടി ചേർക്കണ്ട കേട്ടോ. തേങ്ങയുടെ അളവ് കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല, പക്ഷെ ചോറാണെങ്കിലും അവിലും ശ്രദ്ധിച്ചിടണം. ഇനി അതിലേക്ക് ഒരു 4 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കുറച്ച് മുന്നിലോട്ട് നിൽക്കുന്നതാണ് നല്ലത് കേട്ടോ. കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ അരച്ചെടുത്തിട്ട് വരാം. നമുക്ക് നന്നായി ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അതിനെ ഒരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ഇതില് പഞ്ചസാര കുറച്ച് മുന്നോട്ട് നിന്നാലേ ഇത് പൊന്തുമ്പോ നന്നാവുള്ളൂ. വേവുമ്പോ ഇതാ ഈസ്റ്റും നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അതിനെയും ഒന്ന് മിക്സ് ചെയ്ത് പഞ്ചസാരയും ഈസ്റ്റും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ആ മാവിലേക്ക് യോജിപ്പിച്ചെടുക്കാം. നന്നായി ഒന്ന് എല്ലാവിടെയും ആവുന്ന പോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒരു 2 മണിക്കൂർ നമുക്ക് ഫെർമെന്റ് ചെയ്യാൻ വേണ്ടി പൊന്താൻ വേണ്ടി വെക്കാം. നമുക്ക് തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ ഫെർമെന്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കട്ടോ. അപ്പൊ ഇതാ ഇനി അതിലേക്ക് 2 മണിക്കൂർ കഴിഞ്ഞപ്പോ ഞാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഏലക്കായുടെ തരി കൂടിയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പുളിക്കാൻ വെക്കരുത് കേട്ടോ വട്ടയപ്പത്തിനുള്ള മാവിന്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ആയിരിക്കണം. ഒരുപാട് തിന്നുമല്ല, ഒരുപാട് തിക്കുമല്ല. ഇനി ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ച് എല്ലാവിടേക്കും ആക്കിയതാണ്. അതിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് നല്ല പരന്ന പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല, എണ്ണ തേക്കണമെന്ന് മാത്രം. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി, പിന്നെ കുറച്ച് നമ്മുടെ കാഷ്യൂനട്ടും ഒക്കെ ഇട്ട് കൊടുക്കണം. എപ്പോഴും ഈ വട്ടയപ്പത്തിന് മാവിൽ കുറച്ച് മധുരം പൊന്തി നിന്നാൽ മാത്രമേ വെന്ത് വരുമ്പോൾ നമുക്ക് അതിനൊരു ടേസ്റ്റ് ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ ഒരുപാട് ഇട്ടാൽ സോഗിയായി പോകും കേട്ടോ. ഇനി ഞാനൊരു സ്റ്റീമറിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ടൈം നമുക്ക് പെർഫെക്റ്റ് ആയി പറയാൻ പറ്റില്ല. പരന്ന പാത്രമാണ് എങ്കിൽ കുറച്ചും കൂടി ടൈം കുറഞ്ഞു കിട്ടും. ഇപ്പൊ ഇതാ നന്നായി ആയിട്ടുണ്ട്. ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുന്നുണ്ട്. ഇപ്പൊ ഇതാ പെർഫെക്റ്റ് ആയി ആയിട്ടുണ്ട്. നമുക്കിതിനെ പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഇങ്ങനത്തെ ട്രേ ആയതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ തുറന്നു വെക്കുകയാണ് ആവി പോവാനായിട്ട്. തണുത്തതിന് ശേഷം മാത്രമേ വട്ടയപ്പം എപ്പോഴും മുറിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇല്ല എങ്കിൽ ഉള്ളിലുള്ള സോഫ്റ്റ്നെസ് നമുക്ക് പെർഫെക്റ്റ് ആയി അറിയാൻ പറ്റില്ല. ഞാനിപ്പോ ഇത് കുറച്ചൊന്ന് തണുത്തപ്പോ ഒന്ന് കട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലെ പെർഫെക്റ്റ് ഷേപ്പില് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് പോലെയുള്ള ഒരു വട്ടയപ്പം റെഡി. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വിഭവം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയിക്കുമല്ലോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.